അഗ്നിനേത്ര ഭാഗം 31. എൻ്റെ ആഗ്രഹം ഇച്ചായനോട് ഞാൻ പറഞ്ഞപ്പോൾ അത് നടത്തി തന്നു. പിന്നെ യാദവിനെ ഉപദ്രവിച്ചത്. ഇച്ചായൻ എന്നെ സ്വന്തം പെങ്ങളെ പോലെയാണ് കാണുന്നത്. അങ്ങനെയുള്ള എന്നെ പ്രണയനാടകം കളിച്ച് വഞ്ചിച്ച ഇവനെ കയ്യിൽ കിട്ടിയപ്പോൾ ആ ദേഷ്യം തീർത്തു. അത്ര ഇവിടെ ഉണ്ടായുള്ളൂ. പറഞ്ഞു നിർത്തി നേത്ര നോക്കിയത് എഡിയുടെയും ഗൗരിയുടെയും മുഖത്തേക്കാണ്. തന്നെ ദേഷ്യത്തോടെ നോക്കി ഇരിക്കുന്നവരെ കണ്ടതും അവൾ വേഗം മുഖം തിരിച്ചു. അവരെ തന്നെ നോക്കിയിരുന്നിരുന്ന അഗ്നിക്ക് അവരുടെ ഭാവങ്ങളിൽ സംശയമുണ്ടാക്കി. യാദവിന് നേത്ര പറഞ്ഞത് കേട്ടതും ആശ്വാസം തോന്നി. അവൻ കണ്ണടച്ച് ദീർഘനിശ്വാസം എടുത്തു. കണ്ണു തുറന്നു നോക്കിയത് അനാമികയുടെ മുഖത്തായിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകൾ അഗ്നിയെ ഒഴിയുന്നത് കണ്ടതും അവന് അടക്കാനാവാത്ത ദേഷ്യം തോന്നി. എന്നാൽ പെട്ടെന്ന് കവിളിൽ ആരോ അടിച്ചതും അവൻ സോഫയിലേക്ക് വീണുപോയി. തനിക്ക് മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന വിശ്വനാഥനെ കണ്ടതും അവനിൽ പുച്ഛം നിറഞ്ഞു. ജന്മം തന്നില്ല എന്നേ ഉള്ളൂ. സ്വന്തം മകനായിട്ടേ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. നിന്നെ വിട്ടുകളയാൻ ഉള്ള മടി കൊണ്ടാണ് നിന്റെ അമ്മ എൻ്റെ മോനോട് ചെയ്ത ക്രൂരതകളെല്ലാം മറന്നിട്ടും ഞാൻ കണ്ണടച്ചത്. ഞാൻ നല്ലൊരു അച്ഛനല്ല, പക്ഷെ അഗ്നി അവൻ നല്ലൊരു മകനാണ്. അവന് വഴിവിട്ട പല ബന്ധങ്ങളുമുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പെണ്ണിനെയും അവൻ ദ്രോഹിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. സ്ത്രീകളെ ബഹുമാനിക്കാൻ അവൻ അറിയാം. ആ ബഹുമാനം അവൻ നൽകാത്തത് ഒന്ന് നിന്റെ അമ്മയ്ക്കും പിന്നെ നിന്റെ ഭാര്യയ്ക്കും പിന്നെ പണത്തിനും ശരീരസുഖത്തിനും വേണ്ടി അവനെ തേടി ചെല്ലുന്ന പെണ്ണുങ്ങൾക്കും മാത്രമാണ്. അല്ലാത്ത ഒരു പെണ്ണിനെയും അവൻ വിഷമിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യില്ല. വിശ്വനാഥൻ പറഞ്ഞതും അഗ്നിയുടെ നോട്ടം നേത്രയ്ക്ക് നേരെ ചെന്നു. അവൾ അവനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചത് കണ്ട് അവൻ്റെ തല താണു. എന്നാൽ നീയോ പ്രണയം അഭിനയിച്ച് ഒരു പെൺകുട്ടിയെ കണ്ണുനീർ കുടിപ്പിക്കാൻ മാത്രം നീചനായി പോയല്ലോ നീ. നീ പറഞ്ഞ പണവും പത്രാസും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. അന്ന് ബന്ധങ്ങൾ മാത്രമേ കൂടെയുണ്ടാവൂ എന്ന് നീ ഇനി എന്താണ് പഠിക്കുക? ഇപ്പോൾ തന്നെ നീ കണ്ടില്ലേ, പണത്തിൻ്റെയും അന്തസ്സിൻ്റെയും പേരിൽ നീ ഉപേക്ഷിച്ച പെൺകുട്ടിയെ ഇന്ന് സ്വത്ത് കൊണ്ടും ജോലി കൊണ്ടും നിന്നേക്കാൾ ഉയരത്തിലുള്ളവൻ്റെ ഭാര്യയാണ്. ഇതൊക്കെ ഈശ്വരനുണ്ട് എന്നതിന് തെളിവാണ്. ഇനിയെങ്കിലും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. അത്രയും പറഞ്ഞ് അയാൾ നേത്രയ്ക്ക് മുന്നിൽ വന്നു നിന്ന് കൈകൾ കൂപ്പി. ഒരു മാപ്പുമറച്ചിൽ കൊണ്ട് മോൾ അനുഭവിച്ച വേദന കുറയില്ല എന്നറിയാം. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ക്ഷമിക്കണം. മോൾക്ക് ലഭിക്കാതെ പോയ പ്രണയം അതിനി മോൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മോൾക്ക് ലഭിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അവനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സ്നേഹം എന്താണെന്ന് എൻ്റെ ലക്ഷ്മി പോയതിൽ പിന്നെ അവൻ അറിഞ്ഞിട്ടില്ല. അച്ഛൻ ജീവിച്ചിരുന്നിട്ടും അവന് അച്ഛനെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് നഷ്ടപ്പെട്ടു. അവന് അമ്മയും ഭാര്യയും കാമുകിയും ഒക്കെ ആവാൻ നിനക്ക് സാധിച്ചാൽ നിനക്ക് കിട്ടാതെ പോയ പ്രണയം അവൻ നിനക്ക് നൽകും. നിന്നെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ഒന്നിനെയും സമ്മതിക്കാതെ നിന്നെ പൊതിഞ്ഞു പിടിക്കും. അയാൾ അത് പറയുമ്പോൾ അവളുടെ മിഴികൾ ചെന്നത് അഗ്നിക്ക് നേരെയായിരുന്നു. അവൻ്റെ കണ്ണുകളും തന്നിലാണെന്ന് കണ്ടതും ഒരു പതർച്ചയോടെ അവൾ നോട്ടം മാറ്റി. അനാമിക ഒരുവിധം യാദവിനെ താങ്ങി മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ നേത്രയിൽ തന്നെയായിരുന്നു. ഉള്ളിൽ പലവിധ സംശയങ്ങളും. എഡ്വിനെയും ഗൗരിയെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു നേത്ര. മുകളിലെ നിലയിൽ ഹാളിനോടടുത്ത് ബാൽക്കണിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതും അവൾ വേഗം അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ നിൽക്കുന്ന എഡ്വിനെയും ഗൗരിയെയും കണ്ടതും അവൾ വേഗം ഗൗരിയുടെ അടുത്ത് ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു. എന്നാൽ അടുത്ത നിമിഷം ആ കൈ തട്ടി മാറ്റി ഗൗരി നേത്രയുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഗൗരി! എഡിയുടെ ദേഷ്യത്തോടെയുള്ള വിളി കേട്ടതും അതേ ദേഷ്യത്തോടെ അവളും അവനെ തിരിഞ്ഞു നോക്കി. എന്നെ തടയാൻ നോക്കരുത് ഇച്ചായ. ഇവളെ അടിക്കുകയല്ല കൊല്ലുകയോ വേണ്ടത്. എന്തടി നീ താഴെ കാണിച്ചു കൂട്ടിയതിനൊക്കെ അർത്ഥം? അവനെ വെറും പ്രണയവഞ്ചന കാട്ടിയവനായി വെള്ളപ്പൂശി കാണിച്ചപ്പോൾ നിനക്ക് സമാധാനമായോ? അതോ പേരിനൊരു താലി കഴുത്തിൽ വീണപ്പോഴേക്കും നീ അനുഭവിച്ചതൊക്കെ മറന്ന് അവനോട് ക്ഷമിക്കാമെന്ന് കരുതിയോ? എന്നാൽ കേട്ടോ, നീ ക്ഷമിച്ചാലും അവനോട് ഈ ഗൗരി ഒരിക്കലും ക്ഷമിക്കില്ല. ഞാൻ എന്നല്ല, പെണ്ണായി പിറന്ന ഒരാൾക്കും അവനെ പോലെയുള്ള നീചനോട് ക്ഷമിക്കാൻ സാധിക്കില്ല. പകുതി പ്രാണനായി വേദന തിന്നു കിടന്ന നിന്റെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അവൻ ചെയ്ത് കൂട്ടിയതിനൊക്കെ ശിക്ഷ നൽകിയിരിക്കും ഞാൻ. പറഞ്ഞു നിർത്തി മുഖം ഉയർത്തിയതും
തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന നേത്രയെ കണ്ടതും അവളുടെ നെറ്റിയിൽ സംശയത്താൽ ചുളിവ് വീണു. എൻ്റെ ഗൗരിക്കൊച്ചേ, ഇങ്ങനെയൊന്നും ശത്രുവിനെ പോലും തല്ലരുത്. എൻ്റെ 2 പല്ലിളകി എന്നാ തോന്നുന്നേ. കളിയോടെ പറഞ്ഞ് തൻ്റെ താടിയിൽ പിടിച്ച് വലിക്കുന്നവളുടെ കൈ ഗൗരി തട്ടിമാറ്റി. നച്ചു, നീ തമാശ കളഞ്ഞ് കാര്യം പറഞ്ഞേ. നീ എന്തിനാ അങ്ങനൊരു നുണക്കഥ താഴെ എല്ലാവരോടും പറഞ്ഞത്? എഡ്വിൻ ഗൗരവത്തോടെ ചോദിച്ചതും അവൾ അവന് മുന്നിൽ ചെന്നു നിന്നു. ഞാൻ നുണക്കഥയല്ലല്ലോ ഇച്ചായ പറഞ്ഞത്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന കഥ തന്നെയല്ലേ? ആണോ? അത് മാത്രമാണോ നിന്റെ കഥ? അല്ല, ഞാൻ പറഞ്ഞ കഥ അവസാനം മാത്രം കുറച്ചധികം മാറ്റം വരുത്തി. അങ്ങനെ പറയുവാൻ കാരണവുമുണ്ട്. ഒന്നുമില്ലെങ്കിലും എത്ര ക്രൂരനാണെങ്കിലും അവന് ജന്മം കൊടുത്ത സ്ത്രീയും കർമ്മം കൊണ്ട് അവൻ്റെ അച്ഛനുമായ ഒരു മനുഷ്യനും അവയുടെ മുന്നിൽ മകൻ്റെ ജീവൻ എടുക്കാൻ വന്നവളാണ് ഞാനെന്ന് തുറന്നു പറയുന്നത് ശരിയാണോ? മാത്രവുമല്ല, എൻ്റെ ലക്ഷ്യം ഇപ്പോളെ വെളിപ്പെട്ടാൽ അവൾ അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതാണ് കഥ ഞാൻ മാറ്റിയത്. പിന്നെ ഇച്ചായും കേട്ടിട്ടില്ലേ കുരങ്ങ് കളിപ്പിക്കുക എന്ന്? ഇപ്പോൾ അവനാകെ കൺഫ്യൂസ്ഡ് ആകും. ഞാൻ എന്തിനാണ് എല്ലാം മാറ്റി പറഞ്ഞത്, എൻ്റെ ഇങ്ങോട്ടുള്ള വരവിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ആലോചിച്ച് അവന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും. അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കുറച്ചു കാലം അവനെ വട്ട് കളിപ്പിക്കുക. അതുമാത്രമല്ല, മറ്റവൻ കൂടി ഇവിടെ എൻ്റെ മുന്നിലെത്തണം. അതിനുശേഷം മാത്രമേ എൻ്റെ ലക്ഷ്യം ഞാൻ നേടുള്ളൂ. നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചു? ഇതൊന്നും അല്ലായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. ഇന്ന് നടന്ന കല്യാണ നാടകം, അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? എഡ്വിൻ ചോദിച്ചതും നച്ചു അവനെ നോക്കി ചിരിച്ചു. ഈ കല്യാണം അതെൻ്റെ പ്ലാൻ അല്ല ഇച്ചായ. പിന്നെ കല്യാണ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയത് എനിക്ക് പക അഗ്നിയുടെ അനിയനോടാണ്. അഗ്നിയുടെ ജീവിതത്തിൽ ആ പെണ്ണ് ചെന്നാൽ അയാളേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് കാശിയേട്ടനും കുടുംബവുമായിരിക്കും. പരിചയപ്പെട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ എങ്കിലും അവരോട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് എനിക്ക്. അയാളുടെ ജീവിതം തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനത് മുടക്കിയത്. അവളുടെ ജീവിതത്തിലേക്ക് ചെല്ലണമെന്നത് നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ? പക്ഷേ കല്യാണം എന്നൊരു ഓപ്ഷൻ ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത് അഗ്നിയാണ്. അതും ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാനും കരുതി ഇതും നല്ലൊരു വഴിയാണെന്ന്. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഇതാണ് ഇപ്പോൾ ശരിയെന്ന് എനിക്ക് തോന്നി. കണ്ടില്ലേ അവൻ്റെ മുഖം രക്തമില്ലാതെ വിളറി നിന്നത്? ഇതുവരെ ഇല്ലാത്ത കുറച്ച് പ്ലാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോഴല്ല, പിന്നെ. അത് നടന്നാൽ എൻ്റെ ശത്രുക്കളുടെ പൂർണ്ണനാശം ഉറപ്പാണ്. അപ്പോൾ അഗ്നിയോ? അയാൾ എന്തിനാ ഇതിലേക്ക് വലിച്ചിട്ടത്? ഗൗരി ചോദിച്ചതും നച്ചു അവളെ നോക്കി. കല്യാണം എന്ന പ്ലാൻ മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. നമ്മുടെ മുന്നത്തെ പ്ലാനിലും അയാൾക്ക് റോളുണ്ടായിരുന്നല്ലോ. പക്ഷേ ഗൗരി പറയാൻ വന്നതും നേത്ര കൈ ഉയർത്തി തടഞ്ഞു. അറിയാം ഗൗരി, നീ പറയാൻ പോകുന്നത് എന്താണെന്ന്. ഈ താലിക്ക് ഒരു വിലയുണ്ടെന്നല്ലേ? പക്ഷേ ഇപ്പോൾ ഈ താലിക്ക് എൻ്റെ കണ്ണിൽ ഒരു വില മാത്രമേ ഉള്ളൂ. അത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി എന്ന വിലയാണ്. ഇത് കെട്ടിത്തന്ന ആൾ ഇതിന് അത്ര വില പോലും നൽകുന്നില്ല. അതുകൊണ്ടാണല്ലോ കല്യാണം എന്ന നാടകം തന്നെ നടത്തിയത്. ഓക്കെ, പക്ഷേ ഒരു കാര്യം നീ സൂക്ഷിക്കണം. ശത്രുക്കൾ നിസ്സാരക്കാരല്ല. അതും പോരാ, അഗ്നിയെല്ലാം അറിഞ്ഞാൽ അവൻ അനിയൻ്റെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ അവനെ മറികടന്ന് എന്തെങ്കിലും ചെയ്യുക എന്നത് അത്ര എളുപ്പമാവില്ല. എഡ്വിൻ മുന്നറിയിപ്പ് നൽകിയതും നച്ചു അവനെ നോക്കി. അറിയാം, ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. ഡി, എന്തുണ്ടെങ്കിലും വിളിക്കണേ. നീ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ ധൈര്യമില്ല എനിക്ക്. കണ്ണു നിറച്ച് ഗൗരി പറഞ്ഞതും നച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ പേടിക്കാതെ ഗൗരിക്കൊച്ചേ, നിന്റെ നച്ചു പുലിക്കുട്ടിയല്ലേ? അത്രയും നേരം ഉണ്ടായിരുന്ന പിരിമുറുക്കം അവരെ വിട്ടകലുന്നത് അവരറിഞ്ഞു.